ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ യു പിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഫാമിൽ കൊണ്ടുവന്ന് എടുക്കുന്ന വീഡിയോ ഒന്നും അല്ലേ. ഇത് കിസാറിൽ ഒരു ഗ്രാമത്തിൽ വന്ന് ഈ ഗ്രാമത്തിലെ ഒരു കർഷകനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഫാമാണ് ഈ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ പിടിച്ചുകൊണ്ട് വന്ന് സോപ്പിട്ട് കഴുകിയ മുറയൊന്നുമില്ലതേ. ഇതിപ്പോൾ 20 മാസത്തിൽ അവർ ബ്രീഡ് ചെയ്തല്ലേ? 15 മാസം ക്രോസ് ചെയ്ത് കേട്ടോ. 15 മാസം ആയപ്പോൾ ഒരു കുട്ടിയെ ഇവിടെ ഇവർ ബ്രീഡ് ചെയ്തു. അപ്പം നമ്മുടെ അവിടെ പറയുന്ന എരുമ മേടിച്ചാൽ 2.5 വർഷം വളർക്കണം. ജോഷി ചേട്ടൻ നാട്ടിലൊരു എരുമേനെ 15-ാം വയസ്സിൽ ക്രോസ് ചെയ്ത ജോഷി ചേട്ടനെ പിടിച്ച് പ്രാന്താശുപത്രിയിൽ. പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ക്രോസ് ബ്രീഡിങ് നടന്നുല്ലോ അവിടെ എന്നൊരു തെറ്റിദ്ധാരണ വരും. പഞ്ചായത്തിൽ പുള്ളെന്ന് പറഞ്ഞാൽ അഴിഞ്ഞടക്കണ പുള്ളല്ല, പഞ്ചായത്തിലേക്ക് എനിക്കതറിയാം. ഞാൻ ഡീറ്റെയിൽ ഞാൻ പറയണ്ട ഇവിടുത്തെ ആളാണ് പറയട്ടെ. ബൈ मोनू भाई, हाँ भाई, पंचायती बुल कैसे होता है बताए तो? जो अपने घर पे बुल रखते हैं या फिर कोई गांव में वैसे रखते हैं. എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ്. പപ്പായ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ കേരള മുറാഫവും മേഡൻ മുറാഫവും സംയുക്തമായിട്ട് നടത്തുന്ന ഹരിയാന റൗണ്ടപ്പിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുള്ളത് ഹരിയാനയിൽ കിസാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഗിരായി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നമ്മളുള്ളത്. ബിനുചേട്ടാ, ഇന്ന് നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ ഈ ഒരു ഫാമിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എരുമകളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. എരുമകൾ അതായത് ഡീറ്റെയിൽ ആയിട്ട് ഫാമിൻ്റെ ഓണർ കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മളിവിടെ വരാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു അത്യാവശ്യം നല്ല എരുമകളെ നിർത്തുന്നൊരു ഫാമാണ്. ഇപ്പം നമ്മളിവിടെ വന്നേക്കുന്നത് രാവിലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടൊരു ബുള്ളുണ്ട്, ശ്യാം പാലയ്ക്ക. ആ ബുള്ളിൻ്റെ ഒരു മോളുടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ചാമ്പ്യൻഷിപ്പ് നല്ല രീതിയിൽ കപ്പടിച്ചിട്ടുണ്ട്. വലിയ ഫാമുകാരെയൊക്കെ ബീറ്റ് ചെയ്തിട്ടുള്ളൊരു എരുമയാണ് ഇപ്പോൾ വരുന്നത്. നമുക്ക് ബാക്കി വീഡിയോയിൽ നോക്കാം. അപ്പം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു തരും. ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഫാം വിശേഷങ്ങളിലേക്ക് അല്ലെങ്കിൽ ഫാം കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നിൽക്കുന്ന എരുമയുടെ ഡീറ്റെയിൽസ് ഒന്ന് തിരക്കാൻ പോകണം. എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ അതിൻ്റെ പരിപാലന രീതികൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിക്കാം. അപ്പോൾ ബിനുചേട്ടനായിരിക്കും കാര്യങ്ങൾ ചോദിക്കുന്നത്. എൻ്റെ ഹിന്ദി അത്രയ്ക്ക് അങ്ങോട്ട് ഇവിടുത്തെ ഹിന്ദിയായിട്ട് മാച്ചാവുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ബിനുചേട്ടൻ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കും.
നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മളത് നിങ്ങൾക്ക് നമ്മുടെ മലയാളത്തിൽ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കും. അപ്പം നോക്കാം. ബാ, ഇത് നമ്മുടെ മോനു ഭായ്, പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. ഹായ് മനു ഭായ്. राम राम भाई, सभी पशुपालक भाइयों को मेरी तरफ से राम राम। താങ്ക്സ്. मोनू भाई, इसकी लगभग ये आप बाहर से खरीद दो, नहीं तो आपका ना अपना खुद का तैयार किया हुआ पशु है भैया सारा. ഇത് പുള്ളിക്കാരന് ഇവിടെ സ്വന്തമായിട്ട് ഇവരുടെ ഓൺ ഹോം ബ്രീഡാണിത്. അതുപോലെ തന്നെ इसका उम्र कितना हो गई? उम्र ये 6 दांत होगी भैया. 6 दांत हो गई. 6 കൊല്ലം. तीसरी बार बच्चा देगी अब. ഇതിപ്പോൾ മൂന്നാമത്തെ കുട്ടിയാണ്. അല്ല, മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ प्रेग्नेंट हो गया ना अभी 7 महीने. 7 महीने की प्रेग्नेंट. 7 माസം प्रेग्नेंट. अभी इसका दूध लगभग पीक पे 15 लीटर था इसका. हाँ, पीक पे 15 लीटर. 15 किलो ആണ് ഇതിൻ്റെ പീക്കിലുണ്ടായിരുന്ന ഈൽഡ് മൂന്നാമത്തെ. ताजा का 26 वर्ष था इसके लिए. अच्छा अच्छा. और इसकी अभी इसकी माँ की रिकॉर्ड कितना था? इसकी माँ अपने पास ही है. अच्छा जी. हाँ. कौन सी था इसकी माँ? इसकी माँ अभी आएगी, बाहर से आने लग रही है. ഇപ്പം നോക്കി ഇവിടെ നിന്ന് ഇവരുടെ ഫാമിലുള്ള ഫുൾ ആനിമൽസ് കുളിയെല്ലാം കഴിഞ്ഞ് കയറി വരുവാണ്. ये इसकी माँ है. ആ, ഇതാണ് ഇപ്പം നമ്മൾ इसकी माँ ഈ 11वीं बार बच्चा देगी अब. ആ ഇതിനാ 11वीं बार बच्चा देगी. 11. हाँ. ഇത് 11 ഡെലിവറി കഴിഞ്ഞാണ്ട. ഇപ്പോൾ 12ാമത്തെ പ്രഗ്നൻസി. ഇവിടുത്തെ എരുമകളുടെ ക്വാളിറ്റി നോക്കിക്കോ. ലോകത്ത് നിങ്ങൾ എവിടെ പോയാലും ഹിസാറി കിട്ടുന്ന ക്വാളിറ്റിയിൽ എരുമകളെയും പോത്തുകളെയും വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ ആ ഈ ഒരു എരുമേനാക്കി ഇതൊക്കെയാണ്. इसकी उम्र कितना हो गई? 14 महीना. 14 മാസം പ്രായമുള്ള പോത്താണ്. അതെ. മോനോ തോടെങ്കിലാകാം. ഇതിൻ്റെ ഒന്ന് ഫുള്ള് ഇത് നോക്കി. 14 മാസം പ്രായമുള്ളൊരു മെയിൽ കുട്ടിയാണ് ഇത്. വേറെ मोनू. हाँ जी. माँ का बारे में थोड़ा इसकी माँ का लगभग 25 प्लस दूध का रिकॉर्ड है भैया. अच्छा, 25 കിലോ പ്ലസ് മിൽക്ക് റെക്കോർഡാണ് ഇതിൻ്റെ അമ്മ. इसका बाप कौन है? इसका बाप मोदी पंजाब से लक्ष्मी डेयरी वाला. ലക്ഷ്മി ഡയറി ഫാമിന്റെ മോഡിയുടെ കുട്ടിയാണത്. LDFന്റെ മോഡി. हाँ LDF. LDF का मोडी. ओके. अभी इसका उम्र 14 महीने हो गए. 15वें महीने में स्टार्टिंग है. अच्छा जी. अभी कोई कंपटीशन में लगाए इनको? नहीं अब आने वाले कंपटीशन में जरूर उतारेंगे इसको. अभी इसका दांत कितना था? अभी तो हुआ ही नहीं दांत. थोड़ा नहीं. एक मिनट थोड़ा दांत दिखा. ओए अड़बात ना करे. देखो ഇത് പല്ല് പൊട്ടിയിട്ടില്ല, അകലനേ ഉള്ളൂ. पल्ली बोटन और दांत तोड़ने के लिए और लगेगा ना 4-5 महीना? 4-5 नहीं भैया, लगभग 1 साल और लगेगी. 1 साल. ഒരു വർഷം ഗ്യാരണ്ടി പല്ല് പറയാൻ. 14 मास तो बहुत तगड़ी हाइट हो जाएगी. हाँ, बहुत हाइट हो जाएगी, बहुत लंबी हो जाएगी. बहुत अच्छी गड्ढा है. टेस्टिकल वगैरह बहुत अच्छी है. बहुत अच्छी है. जोड़ा बांध दो. बाप का जैसा है मोडी का. हाँ जमा सेम कॉपी है. हाँ सेम कॉपी है. अच्छा जी.
കേരളത്തിലുള്ള എരുമ പ്രേമികൾക്ക് നമ്മുടെ പപ്പായ ബ്ലോഗ്സിൻ്റെ വകയായിട്ട് തരാനുള്ളൊരു സമ്മാനം എന്താണ്ട് ഈ നിൽക്കുന്ന എരുമകളെ നിങ്ങൾ കാണിച്ചു തരിക എന്നുള്ളതാണ്. നോക്കിയോ, ഓരോ എരുമകളുടെയും ക്വാളിറ്റിയും അല്ലെങ്കിൽ ഓരോ എരുമകളുടെയും സൈസ് കാര്യങ്ങളെല്ലാം കണ്ടോ. ഇതൊക്കെ ഒറിജിനൽ മുറ. ഇപ്പോൾ കുട്ടികളുടെ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല എരുമകൾ. നമ്മുടെ കേരളത്തിൽ ഇതുപോലുള്ള എരുമകൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ വിരളമാണ്. ഇതെല്ലാം നല്ല ലൈനേജ് പെഡിഗ്രിയുള്ള നല്ല എരുമകളാണ്. ഇവിടെ തന്നെയുള്ള കുട്ടികളാണ് ഇതെല്ലാം. നമ്മൾ മോദിയുടെ കുട്ടിയെ കണ്ടു. മോദിയുടെ കുട്ടിയുടെ കൂട്ട് തന്നെ ഇവിടെ ഉള്ള കുട്ടികൾ തന്നെയാണ് ഇതെല്ലാം. ഇത് കാര്യമുണ്ടോ? കാരണം ജതീഷ് കേരളത്തിൽ ഏറ്റവും ഫാമുകൾ സന്ദർശിച്ചിട്ടുള്ള യൂട്യൂബറാണ്. അതെ അതെ. ജതീഷിൻ്റെ അഭിപ്രായം? അതെ, എനിക്കിത് ഇത് കാണിച്ചു കൊടുക്കാന്നല്ലാതെ ഇതിൽ അഭിപ്രായം പിന്നെ എന്താ പറയാനുള്ളത്? ഈ അല്ലേ, ഒരിക്കലും ഇല്ല. ഇത്രയും വലിയ എരുമ അതുകൊണ്ട് എൻ്റെ ഹൈറ്റിൽ ഉണ്ട് ഈ എരുമയെന്ന് പറയുമ്പോൾ ഇതിൽ ഞാൻ ഇനി എന്താ നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ? ആ എരുമ എത്രയോ എരുമകളുണ്ട്. ഈ എരുമ അതുകൊണ്ട് ഈ നിൽക്കുന്ന എരുമയൊക്കെ ഭയങ്കര സൈസുള്ള വലിയ എരുമകളാണ് ഈ നിൽക്കുന്നത് മൊത്തം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. എല്ലാവർക്കും നോക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ യു.പിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ഫാമിൽ കൊണ്ടുവന്ന് എടുക്കുന്ന വീഡിയോ ഒന്നും അല്ലേ. ഇത് കിസാറിൽ ഒരു ഗ്രാമത്തിൽ വന്ന് ഈ ഗ്രാമത്തിലെ ഒരു കർഷകനെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ ഫാമാണ് ഈ പരിചയപ്പെടുത്തുന്നത്. അല്ലാതെ പിടിച്ചുകൊണ്ട് വന്ന് സോപ്പിട്ട് കഴുകിയ മുറയൊന്നുമില്ലതേ. नमस्ते बोलो. नमस्ते कितना जोड़ दे. हाँ जोड़ लिया. ओके. भैया ये दूसरी बार ब्याई हुई है. ഇത് സെക്കൻഡ് ടൈമറാണ്. हाँ जी. इसकी जो दूध अभी कितने? अब फिलहाल 21 और 22 के बीच में दूध तैयार है. अच्छा अच्छा अच्छा. 21 और 22. हाँ, लगभग 18-19 दिन की ब्याई. अच्छा अच्छा. 18-19 दिन की ब्याई. അതായത് 19-20 ദിവസത്തിനുള്ളിൽ കുട്ടിയാവും. ഏകദേശം 22-21 കിലോ ആണ് ഇവർ പറയുന്നത് ഇതിന്. पिछले ब्यात में कितना? पिछले ब्यात में 19 प्लस कर दिया था इसने. पहले ब्यात में हाँ फर्स्ट टाइमर 19 प्लस था जी. हाँ फर्स्ट टाइमर 19 प्लस. इसका बाप कौन था? इसका बाप सुल्तानपुर ब्रीडिंग का था अपने पास बुल उस. अच्छा 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 सुल्तान. हाँ हाँ वो अभी सेल कर दिया हाँ आपने? जी वो सेल कर दिया. अच्छा जी. ഇതിൻ്റെ ഫാദർ ഇവിടെ തന്നെ ഉണ്ടായിരുന്ന സുൽത്താൻ എന്ന് വേറുള്ളൊരു പിള്ളേരുന്നു. അതിനാൾ സെയിൽ ചെയ്തു. इसकी ये अब सेकंड टाइम बच्चा देगी. हाँ लगभग दूसरी बार. अभी फर्स्ट टाइम हो गया, सेकंड टाइम बच्चा देगी. हाँ जी. हाँ हाँ हाँ. कितने महीने का भी ब्यात होगी? बस 10-15 दिन रहे हुए भैया. अच्छा जी. 10-15 दिन हो गई अभी ഡെലിവറി. ഡെലിവറി ഇത് ഏകദേശം ഒരു 15 ദിവസം 14 ദിവസം ബാക്കിയുണ്ട് ഡെലിവറിക്ക്. വാലൊക്കെ ഏകദേശം ഇറങ്ങി വരുന്നുണ്ട്. ആനാജി ഇതർ. हाँ जी. ആ ഇതിൻ്റെ ആ ഇതിൻ്റെയൊക്കെ ഒരു ഫിഗർ ഒന്ന് നോക്കിക്കോ. നമ്മൾ മുറ എന്ന് പറയുമ്പോൾ പലരും ഇതൊന്നും കിട്ടലില്ല. ഇതിൻ്റെ കോള്. ആ हाँ अच्छा अच्छा अच्छा. इसकी ये लगभग फर्स्ट बार ब्याई हुई है और पीक पे है. 7 महीने की प्रेग्नेंट होगी लगभग. अच्छा. और 8 या 9 किलो दूध भी देने लगी है. हाँ 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 शाम के टाइम पे. हाँ शाम के खाली एक बार दोनों टाइम देती है. हाँ हाँ अभी शाम के टाइम पे. अभी खाली शाम के टाइम दूध निकलता है. अब नहीं ये सुबह भी देती है शाम को भी देती है. ये तो हाँ, वो कल शाम को देती है. अच्छा 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 अच्छा. ये भी
फर्स्ट टाइमर है, लगभग 6 महीने 6.5 महीने से ऊपर प्रेग्नेंट है। अच्छा जी, हाँ हाँ। पिछली ब्यात में कितना दूध दी? इसने 16 के लगभग तुलवाया था मैंने, लगभग 16 kg के हाँ 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 लगभग था। अच्छा जी। अभी यहाँ पे कड़ा पूरा फर्स्ट सेकंड थर्ड टाइमर। हाँ यही है। अच्छा जी। हाँ। और ये अपनी अब तीसरी बार बच्चा देगी। हाँ हाँ हाँ। और अब पीक का दूध था इसका 15 लीटर के लगभग। हाँ 15 लीटर के लगभग। 15 लीटर के अब इसको ड्राई करने लग रहा हूँ, शाम को 7-8 kg दूध देती है। अच्छा जी, सुबह का बंद कर ली? सुबह का बंद कर दिया। अभी शाम को कल निकलता है। अच्छा, ये इसकी माँ है। ये इसकी माँ है। अच्छा, ये 11वीं बार बच्चा देगी, 7.5 महीने ही प्रेग्नेंट होगी और 12 लीटर दूध अब तैयार है। अच्छा अच्छा अच्छा। ഇത് 11 കുട്ടികൾ ഇപ്പം 11 പ്രസവിച്ചു, 12ാമത്തെ പ്രഗ്നന്റ്। इसका पीक रिकॉर्ड कितना था? अब शुरू का 24 लीटर के लगभग था। 24 ലിറ്റർ, ഏകദേശം 26 ലിറ്റർ। ആ, ഇതിൻ്റെ മോളാണ് ആ നിൽക്കുന്നത്. ഓ, ഇതിന്റെ മകളാണ് ഈ നിൽക്കണം. ആ, ഇത് इसका सिस्टर है ना वो? इसकी सिस्टर वो है। हाँ वही तो। ഇതിൻ്റെ ओ इसका पिछले का इसका इससे अगले जात की वो। ആ इसका अगले ब्यात की. അതായത് ആ എരുമ ഇതിനു മുമ്പത്തെ കുട്ടിയാണ് അറ്റത്ത് നിന്നിരുന്നത്. ആ, ഇത് അത് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ് ഈ നിൽക്കുന്നത്. ഇതൊക്കെ ഇതെൻ്റെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ ഇവരുടെ ഹോം ബ്രീഡ് തന്നെ, ഇവിടെ തന്നെ ഇവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. വേറെ ഇവർക്ക് ഇത് ജനിക്കുന്നതല്ല ഇവിടെ തന്നെ. ആവശ്യമുള്ളതെല്ലാം ഇവർ ഇത് തന്നെ നിർത്തി ഇവരുടെ ഓൺ റെക്കോർഡ്. അതുകൊണ്ട് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും എന്താ പറയുക, പാരൻറ് സ്റ്റോക്ക് പക്കയായി കഴിഞ്ഞാൽ ഫാമിൻ്റെ വിജയത്തിനെ പറ്റി നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ നോക്കി ഈൽഡ് നോക്കിയിട്ടൊക്കെ സാധനങ്ങൾ നിർത്തുമ്പോൾ ഒരിക്കലും നഷ്ടത്തെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. കുട്ടികൾ ഇപ്പോൾ ഇവിടെ ഇറങ്ങുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ കുട്ടികളാണ് നിൽക്കുന്നത്. ചേട്ടാ, ഇന്നലെ തന്നെ നമ്മൾ പരിചയപ്പെട്ട ഒരു പോത്തിന്റെ കുട്ടി ഇവിടെ ഉണ്ടല്ലോ. ആ, ശ്യാംപാലയ്ക്ക്. ആ, हाँ मोनी भाई, इसके बारे में बताओ. ये फर्स्ट टाइम में ब्याई हुई भैया, अब थोड़ी दिक्कत में आ गई है ब्याज के टाइम. क्या हो गया इनकी? इसके बच्चा ओड़ा आ गई थी और साथ में सर्दी हो गया, ठंड की शिकायत होगी. हाँ हाँ, बुखार हो गया था. अच्छा जी. अभी इसकी लगभग 2 ही दिन हुए ब्याई को इसने. अच्छा, इसका बच्चा का? इसका बच्चा वहाँ पे उससे हाँ उस तरफ, वो फीमेल बच्चा. फीमेल बच्चा इसी. ओ कौन सा सीमेंट से प्रेग्नेंट करवाई थी आपने? ये अपने एक यार मित्र के पास बुल था. हाँ, पंचायती बुल है. हाँ हाँ हाँ, उसका कट्टा इसके. अच्छा जी, अच्छा अच्छा अच्छा. आप सभी सीमेंट यूज करते हो? प्राइवेट बुल का ना एचएल? या खुद का बुल रखते हैं या फिर सीमेंट यूज करते हैं. अच्छा जी, दो ही अच्छा. काम करते यही ये भैंस की ये पहली बार बच्चा दे रखा है इसने. लगभग 29 महीने एज है अब इसकी. अभी इसकी 29 महीना एज है. हाँ, इसका दूध भी रिकॉर्ड करवाया था हमने. 16 किलो 138 ग्राम. हाँ, അതായത് ഫസ്റ്റ് ടൈമറാണ്. ഖീർ ദാത് പേന भी? हाँ जी. മിൽക്ക് ना ടീ तोड़ गया, अब तोड़े. അഭി തോടെ. हाँ हाँ, ഇപ്പൊ പല്ല് പൊട്ടിയിട്ടുള്ളൂ, പാൽപ്പല്ല് പൊട്ടിയിട്ടുള്ളൂ. इसको थोड़ा बाहर खोल के लेके आइए. 19 മാസത്തിൽ ആ എരുമേനെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ, ഒന്ന് മാറിക്കൊടുത്തേ ജോഷേട്ടാ. ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ പറഞ്ഞുതരാം. അതാ ശ്യാം പാലക്കയുടെ, അതായത് ഇതിന്ന് രാവിലെ കണ്ട നമ്മുടെ ശ്യാം പാലക്കിയുടെ മോളാണ്. भाई साहब इसकी कौन सा पोजीशन जीता है वो थोड़ा बता दिए. ये 2 बार चैंपियन बन चुकी है भैया. एक बार 1 साल वाली कटियों में. हाँ. और एक बार 2 से 4 दांत में. 2 से 4 दांत में. अच्छा जी. अभी ഇത് 2 പ്രാവശ്യം കപ്പടിച്ചാണ്. ഓ 2 से 4 दांत की कौन से किधर? डीएफए मेला कुरुक्षेत्र. हाँ, डीएफए मेला कुरुक्षेत्र. इस साल के ना पिछले साल के ना? अभी 21 फरवरी की बात है. 21 ഫെബ്രുവരി की बात. हाँ, ഈ കഴിഞ്ഞ ലാസ്റ്റ് കുരുക്ഷേത്രയിൽ പറഞ്ഞ ये फर्स्ट पोजीशन आई ने. हाँ जी, फर्स्ट पोजीशन आई थी. ब्यूटी पे. हाँ, ब्यूटी लाइन ये और जो पंजाब से भी आता है ना. हाँ जी. हरियाणा और पंजाब से पशु आता है. हाँ जी. मेले में आते हैं. यूपी से भी, ഓൾ ഇന്ത്യ से आता है. हाँ जी, हाँ जी. അതായത് മെയിനായിട്ട് പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് ഈ 3 സ്റ്റേറ്റിൽ നിന്ന് വന്ന് ഏകദേശം 200-ൽ പരം എരുമകൾ മത്സരിച്ചതിൽ നിന്ന് ഫസ്റ്റ് പൊസിഷൻ വന്നാണ് ബ്യൂട്ടി. ആ, അതായത് ഹരിയാനയിൽ ലക്ഷക്കണക്കിന് എരുമകളുണ്ട്. അതിലൊന്നാണ്. ഇതിൻ്റെ അഡറൊക്കെ നോക്കിക്കോ, ബാക്കിലെ സൈസ്, അഡറിൻ്റെ ഷേപ്പ്, ക്വാളിറ്റി.
ഇതിന്റെ ഫാദറിനെ നമ്മൾ കണ്ടാണ്. तैयार है जी अब। इसका माँ कौन सा है? इसकी माँ अपन सेल कर दी थी भैया। अच्छा जी, अच्छा अच्छा पहले दूसरे ब्याह में सेल कर दी थी। അച്ഛാ. ഇതിന്റെ ഫാദറിനെ നമ്മൾ കണ്ടാണ്. മദർ ഇവിടെ ഇല്ല, അതിന്റെ അമ്മനെ ആള് സെയിൽ ചെയ്തെന്നാ പറഞ്ഞത്. ഏകദേശം ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയെങ്കിലും കിട്ടണം. ഇങ്ങനെ കിട്ടിയാലേ എരുമ ഒരിക്കലും മീൻസ് ഇതിലെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും പ്രൊഡക്ഷൻ ഇല്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ആരും കീപ്പ് ചെയ്യാറില്ല. ഇവർക്ക് സ്ക്രാപ്പ് അനിമൽസ് വേണ്ട. നമ്മുടെ നാട്ടിലാണ് സ്ക്രാപ്പ് അനിമൽസിന് ഡിമാൻഡ്. बच्चा देगी अभी कितना दिन होगी बच्चा दे? इसको लगभग भैया 50 दिन के लगभग होगी. 50 दिन के 50 ദിവസമായിട്ടുള്ളൂ, 2 മാസം മുമ്പ്. അപ്പോൾ 2 മാസം മുമ്പ് എന്ന് പറയുമ്പോഴത്തേനും आप कितना महीना में इसको प्रेग्नेंट करवाया? अभी करवाया नहीं है. अभी नहीं, इसका फर्स्ट टाइम पे कितना? 15 महीने की करा दी थी. हाँ, 15 മാസത്തിലാണ് ഇതിനെ डायरेक्ट क्रॉसिंग किया है ना सेमेन लगाया है? हाँ डायरेक्ट ये हाँ, ये डायरेक्ट क्रॉसिंग कराई थी मैंने पहले. अच्छा अच्छा अच्छा. इसके माँ को लेके ये हाँ इसका माँ का बारे में इसकी माँ भी डायरेक्ट क्रॉसिंग कराई थी अपन. अच्छा, वहाँ पे लेके गए. यहाँ पे लेके गए शिव कुमार जी का फार्म पे लेके गई, ऐसे क्रॉसिंग करके. वहाँ से अच्छा अच्छा अच्छा. इसको मतलब इसका बच्चा कौन से सीमेंट से? अब इसका बच्चा है पंचायती बुल है अपना एक यार मित्र के पास. अच्छा तो अच्छा उस बुल की कटिया इसके नीचे. अच्छा अच्छा अच्छा. ഇത് ഇവിടുത്തെ പഞ്ചായത്ത് ബുള്ളിൻ്റെ കുട്ടിയാണ്. ഇതിൻ്റെ കുട്ടി അപ്പുറമുണ്ട്. ആ, ജോഷി ചേട്ടാ, എന്താണ് ഈ എരുമേനെ പറ്റി പറയാനുള്ളത്? എരുമയെ കുറിച്ചൊന്നും പറയാനില്ല. നമ്മുടെ അവിടെ ഈ ഗ്രൂപ്പിൽ കാണാൻ പറ്റില്ലേ, 3.5 വയസ്സാവണം ബ്രീഡ് ചെയ്യും. അതാണ് നമ്മുടെ കേരളത്തിൽ പലരും എരുമ വളക്കാൻ തെറ്റിദ്ധാരണ പരത്തിയിട്ട് ഇതിപ്പോൾ 20 മാസത്തിൽ അവർ ബ്രീഡ് ചെയ്തല്ലേ? 15 മാസം ക്രോസ് ചെയ്ത് കേട്ടോ. 15 മാസം ആയപ്പോൾ ഒരു കുട്ടീനെ ഇവിടെ ഇവർ ബ്രീഡ് ചെയ്തു. അപ്പം നമ്മുടെ അവിടെ പറയുന്ന എരുമ മേടിച്ചാൽ 2.5 വർഷം വളർക്കണം. ജോഷി ചേട്ടൻ നാട്ടിലൊരു എരുമേനെ 15-ാം വയസ്സിൽ ക്രോസ് ചെയ്ത ജോഷി ചേട്ടനെ പിടിച്ച് പ്രാന്താശുപത്രിയിൽ ആവില്ല എന്ന് പറയണേ. ഇത് ഹീറ്റാവില്ലെന്ന് പറയണേ. അത് അല്ല, എൻ്റെ അടുത്ത് എരുമക്കുട്ടികൾ വാങ്ങിക്കാൻ പറ്റുന്നവർ പറയുന്നത് ചേട്ടാ ഇതിന് 2.5 വർഷം വളർക്കണ്ടേ, പോത്താണ് 1 വർഷം വളർത്തിട്ട് വിൽക്കാന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ തെളിവാണ്. എരുമയെ കണ്ടു നോക്ക്. 15 മാസത്തിൽ ഇതിനെ അവര് ഹരിയാനയില് കുത്തിവെച്ച് നമ്മുടെ മുന്നിൽ നിൽക്കുവാണ്. നമ്മുടെ കേരളത്തിലുള്ള കൃഷിക്കാർക്ക് രതീഷ് എന്ന് പറഞ്ഞു അല്ല ഒരു ബോധ്യം കൊടുക്കേണ്ടതാണ്. ഇത് ഭാവി മുതലാളിയുണ്ട് ഇതിന്റെയൊക്കെ. ये अपना भांजा है. മാലിക് भावी फ्यूचर मालिक, आगे का मालिक. ले बोल नमस्ते कर दे. बोल के कर दे. हेलो कर दे. नमस्ते. ले मैं करूँगा हेलो तो भी कर दे. बोल दे हेलो हेलो कर दे. हेलो कर दे. ഹലോ ഹലോ हेलो ഹലോ तगड़ा बोल. एक नमस्ते. कर बोल. വിളിച്ചിട്ടെ എൻ്റെ ഒരു ഡൗട്ടാണ്. ഇവിടെ ഇടയ്ക്ക് പഞ്ചായത്ത് ബുള്ള് ആണ് ഇടയ്ക്ക് 2-3 ഇതിൽ വന്നു. ഇപ്പോൾ ഇതിനൊരു കൺഫ്യൂഷൻ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു പഞ്ചായത്ത് ബുള്ളെന്ന് പറയുമ്പോൾ നമ്മുടെ ക്രോസ് ബ്രീഡിങ് നടന്നില്ലോ അവിടെ എന്നൊരു തെറ്റിദ്ധാരണ വരും. പഞ്ചായത്തിൽ ബുള്ളെന്ന് പറഞ്ഞാൽ അഴിഞ്ഞടക്കണ ബുള്ളല്ല, പഞ്ചായത്തിലേക്ക് എനിക്കതറിയാം. ഞാൻ ഡീറ്റെയിൽ ഞാൻ പറയണ്ട, ഇവിടുത്തെ ആളാണ് പറയട്ടെ. ബൈ मोनू भाई, हाँ भैया. पंचायती बुल कैसे होता है बताए तो? जो अपने घर पे बुल रखते हैं या फिर कोई गांव में वैसे रखते हैं. वो कहाँ से देते, कौन इसको मतलब गवर्नमेंट देती है? नहीं अपना खुद के पास रखते हैं. हाँ. അതായത് ഒരു ഗ്രാമത്തിൽ ഒരു പുള്ളിനെ ഇവരെല്ലാവരും उसको पंचायती बोल देते हैं जिसके सीमन नहीं तैयार कराते. डायरेक्ट क्रॉसिंग करते. डायरेक्ट क्रॉसिंग वाले को. वही हाँ जी. ये तो होता ही है. नहीं मैं क्यों पूछ रहे हैं, ये हमारे गांव में थोड़ा मिसअंडरस्टैंडिंग है इसका बारे में. पंचायती बुल मतलब कोई मतलब इधर उधर जाने वाला. हाँ उसको भी कहते हैं. ऐसे थोड़ा मन है उसमें उधर से वो क्लियर करने के लिए थोड़ा पूछा. थैंक यू. थैंक यू. അപ്പോൾ ആ ഒരു സംഭവം ക്ലിയർ ആയിട്ടല്ലോ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്ത് പുള്ളെന്ന് പറയുമ്പോഴും ഞാൻ പറഞ്ഞത് അത് ഇതാണ് സംഭവം. പഞ്ചായത്ത് പുള്ളെന്ന് പറഞ്ഞാൽ മുറ തന്നെയാണ് അവരുടെ ഗ്രാമത്തിൽ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതായിട്ടുള്ള ബുള്ളിനെ അവർ പഞ്ചായത്ത് പുള്ളെന്ന് പറയുന്നു. അതിനെ കൊണ്ടിട്ടാണ് ഇതിവിടെ
പല ഇതിനെ ബ്രീഡ് ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സെമനുകളും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മോദിയുടെ ഒരു കുട്ടിയെ കണ്ടു. നമുക്ക് കണ്ട ഈ നിൽക്കുന്നത് ജോഷേട്ടൻ ഇപ്പോൾ പിടിച്ചിട്ടിരിക്കുന്നത് ഇത് മോദിയുടെ കുട്ടിയാണ്. നമ്മുടെ ലക്ഷ്മി ഡയറി ഫാമിൻ്റെ മോദിയുടെ കുട്ടിയാണ് ആ നിൽക്കുന്ന കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഫാമുകൾ നമ്മുടെ ഹരിയാനയിൽ വന്നാൽ മാത്രമേ കിട്ടൂ. ഹരിയാനയിലുണ്ട് ഇതുപോലുള്ള ഫാമുകൾ. ഇത്രയും ഭംഗിയുള്ള അല്ലെങ്കിൽ ഇത്രയും വളരെ നല്ല രീതിയിൽ പരിപാലിക്കുന്നതായിട്ടുള്ള ഒരുപാടധികം ഫാമുകൾ, മിൽക്ക് റെക്കോർഡുകളും ഇതിലെ ബ്യൂട്ടി റെക്കോർഡ്സ്, ഇവിടെ റെക്കോർഡുകളുടെ പെരുമഴയാണ്. അപ്പോൾ അതും ഒരു പ്രത്യേകത തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫാമിൽ വന്നപ്പോൾ കണ്ട ഒരു അറ്റ്മോസ്ഫിയർ, റെക്കോർഡ് പെരുമഴയുള്ള ഒരുപാടധികം ബഫലോസ്. അപ്പോൾ ഈ കാഴ്ചകളെല്ലാം നിങ്ങളെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്യാണ്. ഞാൻ നിൽക്കുന്നത് ഹരിയാനയിൽ കിസാർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ കിസാർ ഡിസ്ട്രിക്റ്റിലെ പല ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സ്റ്റേ ട്യൂൺ. നമ്മുടെ പഞ്ചാബ് ഹരിയാന റൗണ്ട് അപ്പിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ട് വളരെയധികം തുടർച്ചയായിട്ട് തന്നെ നൽകിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. ബൈ ബൈ.